അദ്ദേഹം കടന്നു പോകുമ്പോൾ എന്നെ കാണാതെ അദ്ദേഹം കടന്നു പോകുന്നതിൻ്റെ ഒരു വിഷ്വൽ വെച്ചിട്ട് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ലല്ലോ. ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ ന്യൂസസ്. വാർത്തകൾ ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് ശ്രീ. എന്നാൽ പിന്നെ നിങ്ങൾ മുഴുവൻ വിഷ്വൽസ് കൊടുക്കും. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ താങ്കളുടെ വീട്ടിൽ താങ്കളുടെ മുറിയിൽ കഥ കടച്ചങ്ങ് ഇരുന്നാൽ മതി, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഇത് ഞാൻ പറയുന്നതല്ല, ചില ചേട്ടന്മാർ ഇവിടെ പറയുന്നതാ. രാഹുൽ വീടിൻ്റെ പുറത്തിറങ്ങാൻ പാടില്ല, രാഹുലിന് മനുഷ്യ സമ്പർക്കമൊന്നും വേണ്ട, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരാളെയും രാഹുൽ കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ്, കണ്ടു കഴിഞ്ഞ ഗൂഢാലോചന. എന്തോന്നാടേ ഇത്? അല്ല എന്തുവാ ഇത്? ഒരു മാധ്യമപ്രവർത്തകൻ മൈക്കും കൊണ്ട് ചെന്നു, അണ്ണാക്കിലടിച്ചു കൊടുത്തു, അണ്ണാക്കിലടിച്ച് രാഹുൽ. അപ്പൊ പിന്നെ അത് കാണുമ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ അഭിപ്രായം പറയണ്ടേ? അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതായത് രാഹുൽ പാലക്കാട് MLA, ആ വ്യക്തി പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ, അത്യാവശ്യം വലിയൊരു ഹോട്ടലിൽ പോയി. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് പുള്ളി പോയത്. പുള്ളി അവിടെ ചെന്നപ്പോൾ പാലക്കാട്ടെ MP ഒന്ന് പുള്ളി കണ്ടു. ആ MP അടുത്ത് പോയി ഇരുന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു. അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ചില മാധ്യമങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. പുള്ളി ആരോട് സംസാരിക്കണ്ടേ? പുള്ളിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ് പുള്ളി ആ പാർട്ടിയിലുള്ളൊരു വ്യക്തി അല്ലായിരുന്നോ? പുള്ളിക്കിപ്പോൾ അറിയാവുന്ന ഒരുപാട് ആളുകൾ കാണത്തില്ലേ ആ പാർട്ടിയിൽ? പോട്ടെ, പാലക്കാട്ട് MLA, പാലക്കാട്ടെ MP ആണ് കണ്ടത്, വേറെ ആരെയല്ല കണ്ടത്. അവര് കണ്ട് സംസാരിച്ചതിന് എന്താ ഇത്ര പ്രശ്നം? രാഹുലിനോട് ആരും മിണ്ടരുത് എന്ന് ഇവിടെ കോടതി പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ പാർട്ടിക്കാരോട് മിണ്ടരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? പോലീസുകാർ പറഞ്ഞിട്ടുണ്ടോ? ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താടേ പ്രശ്നം? രാഹുലിന്റെ അടുക്കലോട്ട് ചെന്നു, മോനെ രാഹുലെ എന്താടാ നിങ്ങൾ ഡിസ്കസ് ചെയ്തത്? പാലക്കാട്ട് പുതിയ കക്കൂസ് കുത്താനുള്ള പ്ലാനാണോ എന്നും പറഞ്ഞൊരു ചാനലുകാരൻ ചെന്നു. രാഹുൽ എന്താ മറുപടി കൊടുക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കേട്ടോ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. കുറച്ചധികം പറയാനുണ്ടേ, അപ്പോൾ കണ്ടു തുടങ്ങാം. ഇപ്പൊ നമ്മൾ തമ്മിൽ കാണുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടോ? അങ്ങനെയല്ലോ. VK MPയുമായിട്ട് പാലക്കാടിന്റെ MLA കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിനെ പുറത്താക്കപ്പെട്ട ആളാണ്. പാലക്കാടിന്റെ MP കാണുമ്പോൾ പാലക്കാടിന്റെ MLAക്ക് സംസാരിക്കാൻ പാടില്ലേ? പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ CPMന്റെ നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? BJPയുടെ ഒരു നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? നമ്മൾ പരിചയക്കാരല്ലേ? നിങ്ങളിങ്ങനെ ഈ ഇത്ര വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? വാർത്താ ദാരിദ്ര്യമല്ല, പുതുയുഗ യാത്ര കടന്നു പോകുന്ന സമയത്താണ് VK MP ഈ ജില്ലയിൽ വരുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. മറ്റാരും കാണാതെ ഹോട്ടലിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതെങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ചയാവുന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാണുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്? എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ എങ്ങനെയാണ് ആ ചേട്ടൻ, മൈക്കും കൊണ്ട് നിൽക്കുന്ന ചേട്ടൻ, എങ്ങനെയാണ് അതിനെ രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയാൻ ആ വ്യക്തിക്ക് എങ്ങനെ സാധിച്ചു? അതെങ്ങനെയാ ചേട്ടാ രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ഹോട്ടൽ റൂമിൽ ഒരു റൂമൊക്കെ എടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം രഹസ്യ കൂടിക്കാഴ്ച അവർ നടത്തി. ഇതാ ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിൽ 10 പേർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവരിരുന്ന് സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെ അത് രഹസ്യ കൂടിക്കാഴ്ചയാക്കി നിങ്ങൾക്ക് എങ്ങനെ മാറ്റുന്നു നിങ്ങൾ അതിനെ? അല്ലെങ്കിൽ അതിനെ രഹസ്യ കൂടിക്കാഴ്ചയാക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? രാഹുൽ ചോദിക്കുന്ന പോലെ വാർത്താ ദാരിദ്ര്യം അതാണോ പ്രശ്നം? ഇന്ന് പ്രത്യേകിച്ച് ഞാൻ നോക്കിയപ്പോൾ വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. അതുകൊണ്ടാണോ? ആരോഗ്യമന്ത്രി പോയി, മൂടും തട്ടിപ്പോയി, ഇനി പറയാൻ പോകത്തില്ലല്ലോ, തീർന്നല്ലോ. അപ്പൊ അടുത്തത് വീണ്ടും രാഹുലിന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലേ? ബാക്കി കേൾക്കാം നമുക്ക്. രഹസ്യമായി കാണാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇത് കാണാം അല്ലേ? വികസനം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ ചർച്ച. ഞങ്ങൾ പലതും സംസാരിക്കുക. അത് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളും അദ്ദേഹവും കൂടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികളാണെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് പറയേണ്ടത് മാധ്യമ സമ്മേളനം നടത്തി നമ്മൾ പറയും. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള പുതിയ യാത്രയുടെ പ്രധാനപ്പെട്ട ജാതിൽ അംഗമായിട്ടുള്ളവരെ നേരിട്ട് കാണുകയാണ്. അതും മറ്റ് നേതാക്കളില്ലാത്ത രീതി. അതൊക്കെ നിങ്ങളല്ലേ ക്ലബ് ചെയ്തേ? നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? ഞങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ കണ്ട രീതി എന്ന് പറഞ്ഞാൽ
എൻ്റെ നാട്ടിൽ ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു. അവിടെ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുന്നു. ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ ഞാൻ പോയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു, കുറേ നേരം സംസാരിച്ചു. അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്നതല്ലോ രാഹുൽ. നിങ്ങൾ കളങ്കമായി കണ്ടോളൂ, അതെൻ്റെ പരാതിയല്ല, എൻ്റെ വിഷയമല്ല. നിങ്ങളെങ്ങനെ കാണണമെന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളെന്താ സംസാരിച്ചത് നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലേ? രാഹുലും വി കെ ശ്രീകണ്ഠനും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാലക്കാടിന്റെ വികസനം മാത്രമായിരിക്കില്ല രാഷ്ട്രീയ. രാഹുലേ, നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന് വരെ വേണമെങ്കിൽ ഇവർ തീരുമാനിക്കും. മനസ്സിലായില്ലേ? തീരുമാനിച്ച് തലക്കടിച്ച് വെച്ച് തരും. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇതിപ്പം ഒരു പുരുഷൻ MP ആയിപ്പോയി, പുരുഷനായിപ്പോയി. ഇനി അതൊരു സ്ത്രീ വല്ലോ ആയിരുന്നെങ്കിലോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ അങ്ങനെ? ഞാൻ അങ്ങനെയും കൂടെ ചിന്തിച്ചു. ഒരു സ്ത്രീയെ എങ്ങാനും ആയിരുന്നു ആ ഹോട്ടലിന്റെ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് രാഹുൽ കണ്ടിരുന്നെങ്കിലോ? എന്തായിരിക്കും നാളത്തെ? നാളെ അല്ല, ഇന്ന് തന്നെ എന്തോ ഒരു അപരാധങ്ങൾ വന്നേനെ. രാഹുലും ആ വ്യക്തിയും കൂടെ ഹോട്ടൽ മുറിയിൽ അത് കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ താഴെ വന്നു ഇല്ലേ? ഉറപ്പായിട്ടും പറഞ്ഞേനെ, ഉറപ്പായിട്ടും. ആ മനുഷ്യന്റെ ഒരു ഗതികേട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കഷ്ടം തന്നെ, കഷ്ടം തന്നെ. ബാക്കി കേൾക്കാം. സംസാരിക്കില്ലേ? ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, വികസനം സംസാരിക്കുമായിരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതൊക്കെ എന്തിനാ നിങ്ങളോട് വിശദീകരിക്കുന്നതിനാണ്? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും യാതൊരു മറുപടിയും പറയാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ ഭാവിയെ പറ്റി വല്ലാതെ ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ടാന്നേ. എൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പരിചയക്കാരായിട്ടുള്ള 2 ആളുകൾ കാണുമ്പോൾ പലതും സംസാരിക്കും. ഇനിയും പോട്ടെ, ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് വിചാരിച്ചു. അതിനെന്താ തെറ്റെന്താ? ഇതിൽ തെറ്റുണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ നാട്ടിൽ വരുമ്പോൾ അല്ലേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാവും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കുമോ? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്തേന്നേ? ചർച്ചയാകേണ്ട വിഷയങ്ങൾ അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്? എന്തിനാ അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം? ഇപ്പം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട എനിക്ക് ഞാൻ മത്സരിക്കണോ വേണ്ടായോ എന്ന് കോൺഗ്രസിൻ്റെ MP ആയിരിക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? കഴിയുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമോ എന്നുള്ള ആകാംക്ഷ കേരള പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കാര്യം പാലക്കാടിൻ്റെ MP യോട് തന്നെ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിനോട് തന്നെ രാഹുലിന് ആശയവിനിമയം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. രാഹുൽ ജനവിധി തേടാൻ ഇറങ്ങിയാൽ അത് കൊണ്ടുപോയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. അല്ലേ? രാഹുൽ ഇറങ്ങിയാൽ രാഹുൽ കൊണ്ടുപോയിരിക്കും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ. പിന്നെ കോൺഗ്രസ് ഇറക്കുമോ ഇല്ലയോ അത് നമുക്കറിയില്ല. പിന്നെ രാഹുൽ പറയുന്ന കണക്ക് രാഹുലിൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠ വലുതായിട്ട് കോൺഗ്രസും ഈ മാധ്യമങ്ങളും കാണിക്കേണ്ട കാര്യമില്ല. രാഹുലിൻ്റെ കാര്യം രാഹുൽ നോക്കിക്കോളും. അല്ലേ? രാഹുൽ നോക്കിക്കോളും. ഒരുപാട് അങ്ങോട്ട് ഉത്കണ്ഠിക്കേണ്ട നമ്മളാരും. അങ്ങനെ ഉത്കണ്ഠിക്കുന്നതുകൊണ്ടാണല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ആ മനുഷ്യന്. പിന്നെ പുള്ളി പറയുന്ന കണക്ക് പുള്ളി ഒരു വ്യക്തിയെ കണ്ടു, ഇപ്പം കോൺഗ്രസിലുള്ളൊരു MP യെ കണ്ടു. ഇപ്പം അവർ മനഃപൂർവ്വം അവർ നേരത്തെ പ്ലാൻ ചെയ്തതാണ് കണ്ടതെങ്കിലും എന്താ ഇപ്പം പ്രശ്നം എന്താ? രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാളെയും കാണാൻ പാടില്ലേ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയും കാണാൻ പാടില്ല. ഇപ്പം കോൺഗ്രസ്സുകാരനല്ല. രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു BJP അംഗമോ ആരെ വേണമെങ്കിലും പുള്ളിക്ക് കാണാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇവിടെ. പുള്ളിയെ ആരോടും മിണ്ടരുത്, ആരെയും കാണരുത്, ആരെങ്കിലും കാണുമ്പോൾ കണ്ണു പൊത്തി നടക്കണം എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പുള്ളി കാണട്ടെ, അവരെന്താണ് ചർച്ച ചെയ്തതെന്നുള്ളത് നമ്മളോട് പറയാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അത് അവരുടെ പേഴ്സണൽ തിങ്സാണ്. അത് നമ്മളോട് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറയും. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും അവർ തമ്മിൽ നടത്തുന്ന ചർച്ചകൾ അങ്ങ് മാധ്യമങ്ങളോട് പറയാറുണ്ടോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രിയും നമ്മുടെ പിണുമാമനും നമ്മുടെ സ്പീക്കറും എല്ലാവരും കൂടെ നടത്തിയൊരു ഗൂഢാലോചനയില്ലേ? എന്തെങ്കിലും അറിയാമോ ആർക്കെങ്കിലും? എന്താ അങ്ങോട്ട് ചെല്ലാത്ത മൈക്കും കൊണ്ട് ചോദിക്കുക ചെന്നിട്ട്, എന്താ നിങ്ങൾ കൂടി ആലോചിച്ചത്? അതൊന്നും വയ്യല്ലേ? ബാക്കി കേൾക്കാം. ഇതെല്ലാം കാര്യങ്ങൾ അനുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. അതിൽ ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ ആലോചനകൾക്കും അതിർവരം വിടാൻ ഞാൻ ആളല്ല. ഞങ്ങൾ എന്താ സംസാരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പരിചയക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാൾ, അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ കൂടി കാണണ്ടേ? അവിചാരിതമായി കാണുന്നതിന് എന്തിനാണ് എല്ലാവരും കൂടെ കാണുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ എല്ലാവരും കാണണം. ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പ്രതിപക്ഷ നേതാവായിരിക്കുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പോയി വിഷ് ചെയ്യും, അദ്ദേഹത്തോട് സംസാരിക്കും. അദ്ദേഹം നമുക്കറിയാം പെരുന്നയിൽ വെച്ച കാര്യം അദ്ദേഹം എന്നോട് സംസാരിക്കാതിരിക്കൂ. ഇപ്പോൾ ഇവിടെ CPM-ൻ്റെ ഒരു മന്ത്രി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. CPM-ൻ്റെ ഒരു മന്ത്രി ഇരിക്കുമ്പം അദ്ദേഹം എൻ്റെ പരിചയക്കാരനാണെങ്കിൽ ഞാൻ പോയി സംസാരിക്കില്ലേ?
സംസാരിക്കും. ഓക്കെയാണ്. പക്ഷേ പെരുന്നയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലടക്കം മുഖം തരാതെ പോയൊരു കാര്യമുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ പെരുന്നയിൽ വെച്ച് കണ്ട് മുഖം തരാതെ പോയ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമല്ലേ? പറ്റിയിട്ടുള്ള വളരെ വിശദമായി ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും പറഞ്ഞിട്ടുണ്ട്. പെരുന്നയിൽ വെച്ച് തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്ന വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഇവിടെ ആരും അധികം സംസാരിക്കത്തില്ല. ഇല്ല, രാഹുൽ വന്നപ്പോൾ പെരുന്നയിൽ വെച്ച് രമേശ് ചെന്നിത്തല നോക്കാതെ മാറി നടന്നു. ആ ക്ലിപ്പ് വീണ്ടും വീണ്ടും എടുത്ത് അങ്ങോട്ട് കാണിച്ച് ബൂസ്റ്റ് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. രണ്ടുപേരും കണ്ട് സംസാരിച്ചത് എന്തിനത് പുഷ് ചെയ്യണം ജനങ്ങളിലേക്ക്? അതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് കണ്ടില്ല എന്നും പറഞ്ഞ് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് ചർച്ചയാവും. അത്രയേ ഉള്ളൂ. ഇത് രാഹുലിനും അറിയാം, അവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകനും അറിയാം, ജനങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. ജനങ്ങളിപ്പോൾ അത് മനസ്സിലാക്കി തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് കാര്യം ഏതാണ്ട് കത്തിയിട്ടില്ലേ? ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൂടെ തന്നെ വന്ന കേസുകൾ, ഇതെല്ലാം അതിനുശേഷം ഈ പാർട്ടി, ഈ രാഷ്ട്രീയമെല്ലാം രാഹുലിനോട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ കാര്യം കത്തുന്നുണ്ടല്ലോ, ഇല്ലേ? ഇത് അത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ ഒന്ന് കേട്ടേക്കാം നമുക്ക്. അദ്ദേഹം കടന്നു പോകുമ്പോൾ എന്നെ കാണാതെ അദ്ദേഹം കടന്നു പോകുന്നതിന് ഒരു വിഷ്വൽ വെച്ചിട്ട് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ലല്ലോ. ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ ന്യൂസസ്. വാർത്തകൾ ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് എന്നാൽ പിന്നെ നിങ്ങൾ മുഴുവൻ വിഷ്വൽസ് കൊടുക്കൂ. ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് സംസാരിച്ച വിഷ്വൽ കൊടുക്കൂ. കഴിഞ്ഞ ദിവസവും ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖം ഞാൻ കണ്ടതാണ്. അതിനകത്ത് അദ്ദേഹം വളരെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, ഈ പറയുന്ന അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം സജീവമായിട്ട് നിൽക്കുകയാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് രാഹുൽ അതിജീവമായിട്ട് ഫോണിൽ വീണ്ടും വാട്സാപ്പിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്തിനാണ് വീണ്ടും അങ്ങനെ ശ്രമിക്കുന്നത്? അത് നിങ്ങളുടെ വാർത്തയല്ലേ? കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ബാക്കി കോടതി പറയാന്നേ, വാർത്തയല്ലേ? നിങ്ങൾ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള നിങ്ങളുടെ വാർത്തയല്ല. നമ്മൾ മെനയുന്ന വാർത്തകളല്ല രാഹുൽ. ശരി, രാഹുലിനുണ്ടല്ലോ പൊളിഞ്ഞങ്ങോട്ട് തുടങ്ങി ഇല്ലേ? രാഹുലിന്റെ ഫേസിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട്. രാഹുലിന് അങ്ങോട്ട് പൊളിഞ്ഞു തുടങ്ങി. കാരണം ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ പിടിക്കുന്നത്. ലാസ്റ്റ് അതിജീവിതയെ വിളിച്ചോ, എന്താ പറഞ്ഞത്, മാമു കയ്പിച്ചോ? എടേ, കോടതിയിലിരിക്കുന്ന കേസ് അതിനെപ്പറ്റി ചോദിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ആ വ്യക്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ നെഞ്ചത്ത് അടുത്ത കേസ് വരും, അയാളെ പിടിച്ച് വീണ്ടും അകത്തിടും. ഇത് അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാണ് പുള്ളിയെ കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലുന്നത്? എന്തിന്? പുള്ളി പറയുന്നുണ്ട്, ഉള്ള കാര്യം പറയുന്നുണ്ട്. ജനപ്രതിനിധിയാണ്, ജനങ്ങളോട് പറയണം കാര്യങ്ങൾ. നിങ്ങൾ ആദ്യമേ കാണിക്ക്. ഞങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന, നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഒപ്പിയെടുക്കുന്ന പലതും നിങ്ങൾ ജനങ്ങളോട് എത്തിക്കുക. എന്താ മൊത്തത്തിൽ എത്തിക്കാത്തേ? കറക്റ്റ് ചോദ്യമല്ലേ ചോദിച്ചത്? പകുതി നമ്മൾ കാണും. ആവശ്യം അവർക്ക്, ചാനലുകാർക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മളെ കാണിക്കും. ബാക്കിയൊന്നും നമ്മൾ കാണുന്നില്ലടേ. അതുകൊണ്ട് തന്നെ ചുമ്മാ അങ്ങോട്ട് കല്ല് വലിച്ചെറിയാൻ ഞാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മുഴുവൻ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ഒരു പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുലിനെതിരെ ഒരു ദിവസവും ഇല്ല അയാളെ സോഷ്യൽ മീഡിയയിലോട്ട് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനലുകാരെ ഉപയോഗിക്കാത്ത ഒരു ദിവസവും ഇല്ല. ഇന്നലെ ഞാൻ കണ്ടൊരു പോസ്റ്ററാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുന്നവരെ സംരക്ഷിക്കരുത്. എന്തുട്രായത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുന്നവരെ സംരക്ഷിക്കരുതെന്ന്. അയാൾ എവിടെയെങ്കിലും വണ്ടി ഇടിച്ച് കിടന്നാലും അയാളെ സഹായിക്കരുത്. അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് പ്രശ്നമാ, പിടിച്ചകത്തങ്ങിടും. എന്തോ ഇത്, ഭീഷണിയോ? ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.